ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ സെക്കൻഡ് ബ്ലോക്കിലെ 4th യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പല സബ്ജക്റ്റുകളുടെയും നോട്ട്സുകളുണ്ട്. അപ്പോൾ ഏത് നോട്ട്സ് എങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ. പെയ്ഡ് നോട്ട്സാണ്, നോട്ട്സ് അങ്ങനെ വരിക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റ് PGW സൈറ്റ് ആൻഡ് മെറ്റീരിയൽ കൾച്ചറാണ്. പെയിൻറ്റഡ് ഗ്രേവെയർ സൈറ്റുകളും മെറ്റീരിയൽ കൾച്ചറുമാണ്. അതിലാദ്യം വരുന്നത് ലേറ്റർ വേദിക് സോഴ്സസ് ആണ്. ഏതൊക്കെയാണ് പിൽക്കാല വേദ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള പിൽക്കാല വേദകാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള സ്രോതസ്സുകൾ. അതിന് മുന്നത്തെ യൂണിറ്റിൽ നമ്മൾ വേദിക് ലിറ്ററേച്ചർ പറഞ്ഞ ആദ്യകാല വേദ സംസ്കാര ഋഗ്വേദ കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നോക്കാം, ചരിത്രകാരന്മാർ പിൽക്കാല വേദകാലഘട്ട ചരിത്രം പുരാവസ്തു തെളിവുകളിൽ നിന്ന് സാഹിത്യകൃതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിൽക്കാല വേദ സ്രോതസ്സുകളായ സാമവേദം, യജുർവേദം, അഥർവവേദം, ബ്രാഹ്മണങ്ങൾ എന്നിവയും ഇതെല്ലാം BC 1000-നും 500-നും ഇടയിലുള്ള കാലഘട്ടത്തിലെ ഗംഗാ നദിയിൽ നിന്നാണ് സമാഹരിച്ചത്. അതിൻ്റെ തീരങ്ങളിൽ നിന്നാണ്, ഗംഗാ നദിയുടെ തീരങ്ങളിൽ നിന്നാണ് ശേഖരിച്ചത്. ഏകദേശം 700 ജനവാസ കേന്ദ്രങ്ങൾ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പുരാവസ്തുക്കളും PGW മൺപാത്രങ്ങളുടേതായതിനുണ്ട്. അതായത് കൂടുതൽ കിട്ടിയ തെളിവുകളുടെയൊക്കെ കൂടുതലുള്ളത് PGW, അതായത് പെയിൻറ്റഡ് ഗ്രേവെയർ മൺപാത്രങ്ങളുടെ തെളിവുകളായതുകൊണ്ട് ഈ സൈറ്റുകളെ പെയിൻറ്റഡ് ഗ്രേവെയർ സൈറ്റുകൾ അഥവാ PGW സൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ആർക്കിയോളജിക്കൽ ആൻഡ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ്, പുരാവസ്തു ശാസ്ത്രവും ആർക്കിയോളജിയും ഭൂതകാല പഠനവുമാണ്. ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിലൂടെ മനുഷ്യൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. ഭൗതികാവശിഷ്ടങ്ങളിൽ ഘടനകളുണ്ട് പെടും, അതുപോലെ പുരാവസ്തുക്കൾ ഉൾപ്പെടും, ലിഖിതങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പുരാവസ്തു ഗവേഷകർ മനുഷ്യൻ്റെ പെരുമാറ്റം മനസ്സിലാക്കാൻ ഈ തെളിവുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടോ ഒരു പുരാവസ്തു സൈറ്റിൽ പ്രകൃതിദത്തമായതോ അല്ലെങ്കിൽ സാംസ്കാരികമോ ആയ പ്രക്രിയകൾ കാരണം രൂപപ്പെട്ട നിക്ഷേപങ്ങളുണ്ടാവും. ആ നിക്ഷേപങ്ങളുടെ തുടർച്ചയായ പാളികളെ സ്ട്രാറ്റ എന്ന് വിളിക്കുക. ആ ഓരോ പാളി, അതായത് ഇപ്പോൾ ഒരടുക്ക് നോക്കും, പിന്നെ അത് ചകഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ട്രാറ്റ അല്ലെങ്കിൽ അടുത്ത പാളി എന്ന രീതിയിലാണ് നിരീക്ഷണം നടത്തുന്നത്, ആർക്കിയോളജിസ്റ്റുകൾ നിരീക്ഷണം നടത്തുന്നത്. പുരാവസ്തു ഗവേഷകൻ്റെ പ്രധാന ശ്രദ്ധ സൈറ്റിന് ചുറ്റുമുള്ള സ്ട്രാറ്റിഗ്രാഫിക് പാളികൾ തുറന്നു കാട്ടുക എന്നതിലാണ്. അതുകൊണ്ട് സാംസ്കാരിക തലങ്ങൾ മനസ്സിലാക്കാൻ പുരാവസ്തു ഗവേഷകർ ഉത്ഖനനങ്ങളും പര്യവേഷണങ്ങളും പോലെയുള്ള വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രകാരന്മാരും നരവംശാസ്ത്രജ്ഞന്മാരും ഒരു കൂട്ടം ആളുകളുടെ പെരുമാറ്റവും ചിന്താരീതികളും ഉൾക്കൊള്ളുന്ന ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിശദീകരിക്കാനാണ് സംസ്കാരം എന്ന പദം ഉപയോഗിച്ചത്. ഖനനം ചെയ്ത ഭൗതിക അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ആണ് ഭൗതിക സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടമായി. PGW സൈറ്റുകളുടെ ചിട്ടയായ ഉത്ഖനനങ്ങൾ പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ രൂപം, പാറ്റേൺ, അതായത് രീതി, തീയതി, സംസ്കാരം എന്നിവ വിശകലനം ചെയ്യാൻ ചരിത്രകാരന്മാരെ സഹായിച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റഡ് ഗ്രേവെയർ പോട്ടറിയാണ്, അതായത് പെയിൻറ്റ് ചെയ്ത ഗ്രേവെയർ മൺപാത്രങ്ങൾ. പിൽക്കാല വേദകാല ജനതയ്ക്ക് 4 തരം മൺപാത്രങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ്, അതായത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, BRW പിന്നെ ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, പെയിൻറ്റ് ചെയ്ത ഗ്രേ വെയർ, അതാണ് PGW, പിന്നെ റെഡ് വെയർ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട 4 ഐറ്റംസ്. ഈ ഇനങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് റെഡ് വെയർ മൺപാത്രങ്ങളാണ്. പക്ഷേ അക്കാലത്തെ പെയിൻറ്റ് ചെയ്ത ഗ്രേ വെയർ മൺപാത്രങ്ങളാണ് ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്നത്, വ്യതിരിക്തമായിട്ടുള്ളത്. ഈ PGW മൺപാത്രങ്ങൾ നേർത്തതും മിനുസമുള്ളതും നിറമുള്ളതുമാണ്. മൃദുവായ വെള്ളി വെള്ളിയുടെ ചാരനിറം മുതൽ പിന്നെ അതിന് യുദ്ധക്കപ്പലിന് ചാരനിറമാണ് ഉണ്ടാവുക. ആ ചാരനിറം വരെയുള്ള, ആ തരത്തിലുള്ള ചാരനിറം വരെയുള്ള പെയിൻറ്റഡ് ഗ്രേവെയർ മൺപാത്രങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നന്നായി രൂപകൽപ്പന ചെയ്തതും ജാമിതീയ രൂപത്തിലുള്ളതുമാണ് കൂടുതലും ഈ പെയിൻറ്റഡ് ഗ്രേവെയർ മൺപാത്രങ്ങൾ. കറുപ്പിൽ ചായം പൂശിയ ഡിസൈനുകളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് സ്വസ്തിക ചിഹ്നമായിട്ടാണ് അതിനെ കണക്കാക്കിയത്. അപ്പോൾ അതിൽ ആ മൺപാത്രങ്ങളിൽ പുഷ്പചിത്രങ്ങളും അതുപോലെ സ്വാഭാവിക ചിത്രങ്ങളൊന്നുമില്ല. മൺപാത്രങ്ങളുടെ ഏകീകൃത നിറം ഒരു ശുദ്ധീകരിച്ച
ഫയറിംഗ് സാങ്കേതികതയുടെ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ചാരനിറം ലഭിക്കാൻ ഈ കുശവന്മാർ ചൂളയിൽ ഒരേപോലെ ഉയർന്ന താപനില ഉപയോഗിച്ചിരിക്കാമെന്നാണ് ഭീന്ദർ സിംഗ് വാദിക്കുന്നത്. അല്ലാത്ത പക്ഷം കളിമൺ കറുത്ത ഫെറസ് ഓക്സൈഡിൻ്റെ സാന്നിധ്യം കാരണം പാത്രം തീ പിടിച്ചു പോകും. ചില PGW പാത്രങ്ങൾക്ക് ചുവപ്പ് കലർന്ന കാമ്പുണ്ടെങ്കിലും ഇവ പ്രാദേശിക കളിമണ്ണ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ഇനി ഡേറ്റിംഗ് ആണ്. അതിൻ്റെ ഈ ചരനിറത്തിലുള്ള മൺപാത്രത്തിൻ്റെ ഗ്രേവെയറിൻ്റെ ഡേറ്റിംഗ് ആണ്. PGW പുരാവസ്തുക്കളുടെ ഡേറ്റിംഗ് പിൽക്കാല വേദഗ്രന്ഥങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. അതായത് അതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാലഘട്ടവുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാണ്. ചില പുരാവസ്തു ഗവേഷകർ അത്രാഞ്ചി ഖരയിൽ നിന്ന് 1000 BC മുതൽ 500 BC വരെ കാർബൺ 14 അടിസ്ഥാനമാക്കിയുള്ള PGW ഇരുമ്പ് അളവ് എന്നിവയെ പുറകോട്ട് തള്ളിക്കൊണ്ട് മറ്റ് സൈറ്റുകളുടെ ഡേറ്റിംഗ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് BC 1000 മുമ്പ് ഉത്തരേന്ത്യയിൽ ഇരുമ്പിൻ്റെ വരവ് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ശർമ്മ നിരീക്ഷിച്ചു. അതിൻ്റെ അഭിപ്രായത്തിൽ PGW പ്രത്യക്ഷപ്പെട്ട തീയതി ഇരുമ്പിൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മറ്റ് 4 PGW സൈറ്റുകളിൽ കുഴിച്ചെടുത്ത മൺപാത്രങ്ങൾ ഹാരപ്പൻ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. പുരാവസ്തു തെളിവുകളിൽ നിന്ന് ഇന്തോ ഗംഗാ വിഭജനത്തിൽ ഇരുമ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന PGW ഘട്ടം BC 1000 മുതൽ 500 വരെ ആയി കണക്കാക്കാമെന്നാണ് ശർമ്മയുടെ വാദം. അതായത് ആ ഒരു ഡേറ്റിങ്ങിനെ കുറിച്ച് വ്യത്യസ്ത ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ അതിലേക്ക് അത് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. 1000-500 BCക്ക് ഇടയിലാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഏതിൻ്റെ PGW സൈറ്റുകളുടെ അല്ലെങ്കിൽ മൺപാത്രങ്ങളുടെ. ഇനി പെയിൻറ്റർ ഗ്രേവർ സൈറ്റ്സുകളെ കുറിച്ചാണ്, വിവിധ പ്രധാനപ്പെട്ട സൈറ്റുകളെ കുറിച്ചാണ്. PGW സൈറ്റുകളിലെ ഉത്ഖനനങ്ങൾ സ്ഥിരവാസത്തിൻ്റെ സൂചന കൊടുക്കുന്നുണ്ട്. അവരൊരു ഭാഗത്ത് സ്ഥിരമായിട്ട് താമസിച്ചിരുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ കനം അടിസ്ഥാനമാക്കി PGW സൈറ്റുകളിൽ ഭൂരിഭാഗവും 1 മുതൽ 3 നൂറ്റാണ്ട് വരെ നിലനിന്നിട്ടുണ്ടാകുമെന്നാണ് ശർമ്മ കണക്കാക്കുന്നത്. BC 1100 മുതൽ 500 വരെയാണ് PGW മൺപാത്രങ്ങളുടെ ഡേറ്റിംഗ്. വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഗംഗാ താഴ്വരയിൽ ഇതിനേക്കാൾ മുമ്പേ തന്നെ അത് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. സൈറ്റുകൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, റെഡ് വെയർ, പിന്നെ പ്ലെയിൻ ഗ്രേ വെയർ എന്നിവ ഉൾപ്പെടുന്ന പുരാവസ്തുക്കൾ ഉള്ളതുകൊണ്ട് എക്സ്ക്ലൂസീവ് PGW സംസ്കാരം പോലെ ഒന്നില്ല അങ്ങനെ, അതായത് എക്സ്ക്ലൂസീവായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല എന്നാണ് ശർമ്മ വാദിച്ചത്. PGW മൺപാത്രങ്ങൾ ഒരു സ്ഥലത്ത് മുഖ്യമായും പ്രാധാന്യം അറിയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അതായത് ഇന്ന സ്ഥലത്താണ് അത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനില്ല, എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ PGW സൈറ്റുകൾ ആര്യനല്ലാത്തവരെ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആര്യന്മാരുടെ കാലത്തും അല്ലാത്തവരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതാണ് അങ്ങനെ പറയുന്നത്. PGW സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഗംഗയും സത്ലജ് തടവുമാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഡൽഹിയിൽ കുരു പാഞ്ചാല മേഖലകളിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപകമായ സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മൊത്തം കണ്ടെത്തലുകളിൽ ഏകദേശം 500 സ്ഥലങ്ങൾ ഗംഗാ നദീതടത്തിൻ്റെ മുകളിലുള്ളതാണെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം. ഈ പ്രദേശങ്ങളിൽ 700ഓളം PGW സൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ശർമ്മയുടെ വാദം. 1940കളിൽ അഹിഛത്രയിലാണ് PGW പാത്രങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. എന്നാൽ ഹസ്തിനപുരിയിലെ ഖനനത്തിന് ശേഷമാണ് മൺപാത്രങ്ങളുടെ പ്രാധാന്യം ഊഹിച്ചത്, ഇത് മനസ്സിലാക്കാനായത്. PGW സൈറ്റുകളുടെ പ്രധാന കേന്ദ്രീകരണം ഇന്തോ ഗംഗാ വിഭജനം സത്ലജിലും അതിനു മുകളിലുമുള്ള ഗംഗാ സമതലങ്ങളിലുമാണ്. ഹസ്തിനപുര, അലംഗിർപൂർ, അഹിഛത്ര, അതുപോലെ അല്ലാപൂർ, മധുര, കമ്പിൽ, നോഹ്, ജോധ്പൂർ, ഭഗവാൻപുര, പിന്നെ ജഗേര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, കൗസാംബി, അതുപോലെ ശ്രാവസ്തി, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ PGW ഭൗതിക സംസ്കാരത്തിൻ്റെ സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 4 തരത്തിലുള്ള സ്ട്രാറ്റിഗ്രാഫിക് സന്ദർഭങ്ങളിലാണ് PGW സംഭവിച്ചതെന്നാണ് ഭീന്ദർ സിംഗ് അഭിപ്രായപ്പെടുന്നത്. അത് ഒന്നാമത് അദ്ദേഹം പറയുന്നത് രൂപാർ അഥവാ പഞ്ചാബിലെ രൂപാർ, ഹരിയാനയിലെ ദൗലത്പൂർ, ആലംഗിർപൂർ ഉത്തർപ്രദേശിൽ തുടങ്ങിയ സ്ഥലങ്ങൾ പിൽക്കാലത്ത് ഹാരപ്പൻ തലങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്ന്. രണ്ടാമതായിട്ട് ഭഗവാൻപുര, ഹരിയാനയിലെ ഭഗവാൻപുര, പിന്നെ ധാതേരി, പിന്നെ കട്പലോൺ, നാഗാർ, പഞ്ചാബിലെ നാഗാർ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അത് PGW, അത് എങ്ങനെയാണ് ഹാരപ്പൻ ഘട്ടങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്ന തരത്തിലുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഹസ്തിനപുരിയിലും അഹിഛത്രയിലും PGW സംസ്കാരം OCP സംസ്കാരവുമായിട്ട് അതിനെ പിന്തുടർന്ന് വന്നതുണ്ട്. OCP സംസ്കാരം നമ്മൾ പഠിച്ചതാണല്ലോ, ഏതാണ്
ഓച്ചർ കളർ പോട്ടറി. ഓച്ചർ കളർ പോട്ടറി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള മൺപാത്രങ്ങളുടെ കാലഘട്ടം. നാലാമതായിട്ട് അത്രാഞ്ചി ഖേര, ഉത്തർപ്രദേശിലെ അത്രാഞ്ചി ഖേര, നോഹ്, ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂർ തുടങ്ങിയ സൈറ്റുകളിൽ BRW ഘട്ടത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അതായത് കറുപ്പും ചുവപ്പും പേരുണ്ടല്ലോ, അതാണ് BRW, അതിനു മുമ്പുള്ളൊരു കാലഘട്ടം. ഇനി മെറ്റീരിയൽ കൾച്ചറിനാണ്, ഭൗതിക സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. PGW സൈറ്റുകളിലെ ഖനനങ്ങൾ അരി, ഗോതമ്പ്, ബാർലി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള, അതായത് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപജീവന സമ്പദ് വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. PGW ജനത ഫീൽഡ് കൃഷിയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് സ്ഥിരമാക്കുമ്പോൾ അവിടെ ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ മറ്റൊരിടത്തേക്ക് മാറിയിട്ട്, അങ്ങനെ അതാണ് ഫീൽഡ് കൃഷി കേട്ടോ. പിന്നെ അവർ ഇരുമ്പ് ഉപകരണങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ശർമ്മയുടെ അഭിപ്രായം. PGW സൈറ്റിൽ നിന്ന് ഇതുവരെ ഒരു ഇരുമ്പ് കലപ്പ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത്രാഞ്ചി ഖേരയിലെ PGW സൈറ്റുകൾ ബാർലി കൂടാതെ അരിയും ഗോതമ്പും കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ പയറ്, എള്ള്, മില്ലറ്റ് എന്നിവ PGW സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. അതായത് പയറുവർഗ്ഗങ്ങൾ അവർക്ക് അറിയില്ലായിരിക്കാം. ജലസേചന സമ്പ്രദായത്തിന് പ്രത്യേക തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ അത്രാഞ്ചി ഖേരയിൽ നിന്ന് കുറച്ച് വൃത്താകൃതിയിലുള്ള ആഴത്തിലുള്ള കുഴികൾ കണ്ടെത്തിയിട്ട്, വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാമെന്ന് കരുതാൻ കഴിയുന്ന കുഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അരിവാള്, തൂവാല, കലപ്പ എന്നിവ ലഭിച്ചിട്ടുണ്ട്. PGW ജനത കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുമ്പിന് പകരം തടി, കലപ്പ എന്നിവയാണ് ഉപയോഗിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. PGW സൈറ്റുകൾ കന്നുകാലികൾ, ആടുകൾ, പന്നികൾ, കുതിരകൾ എന്നിവയുടെ അസ്ഥികളുടെ തെളിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ അതൊക്കെ അവർ വളർത്തിയിരുന്നു എന്നർത്ഥം. അത്രാഞ്ചി ഖേരയിൽ നിന്നും അസ്ഥിനപുരയിൽ നിന്നും കണ്ടെത്തിയ മൃഗങ്ങളുടെ അസ്ഥികൾ അവർ മാംസം കഴിച്ചതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ അസ്ഥികളുടെ തെളിവുകൾ മൃഗബലിയെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ശർമ്മ പരാമർശിക്കുന്നത്. കാരണം ബലിപീഠത്തിൻ്റെ തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. കന്നുകാലികളെ കൊല്ലുന്നത് പശുപരിപാലനത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കാം. ത്യാഗത്തിനായിരുന്നില്ല അതൊന്നും കൊന്നിരുന്നത് എന്നർത്ഥം. അസ്ഥിനപുരിയിൽ നിന്ന് കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വ്യക്തമല്ല. കുതിരയുടെ അവശിഷ്ടങ്ങൾ മറ്റ് PGW സൈറ്റുകളിൽ നിന്ന് വീണ്ടെടുത്തിട്ടില്ല എന്നും ശർമ്മ സൂചിപ്പിക്കുന്നുണ്ട്. PGW കാലഘട്ടം ഇരുമ്പിൻ്റെ ഉപയോഗത്തിന് പ്രസിദ്ധമാണ്. എങ്ങനെ? അതിൻ്റെ ലാസ്റ്റ് പാർട്ട്, ഈ കാലഘട്ടത്തിൻ്റെ ലാസ്റ്റ് പാർട്ട്. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇരുമ്പ് വസ്തുക്കൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശർമ്മ ഈ വാദവുമായിട്ട് വരുന്നത്. BC 1000 മുതൽ 500 വരെയുള്ള കാലഘട്ടത്തിലെ രാജസ്ഥാനിലെ പ്രദേശങ്ങളും കരകൗശല വസ്തുക്കളിലും കാർഷിക പ്രവണതയിലും ഇരുമ്പിൻ്റെ ഉപയോഗം നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുരാവസ്തു ഖനനങ്ങൾ അനുസരിച്ച് മഴു, തൂൺ, അരിവാൾ എന്നിവയുടെ തെളിവുകൾ അപൂർവമാണ്. ഇരുമ്പ് കലപ്പയുടെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് PGW ഘട്ടം പ്രാഥമികമായിട്ട് ഇരുമ്പ് യുഗങ്ങളുടെ കാലമല്ലായിരുന്നെന്നും ഇരുമ്പ് ഉപകരണങ്ങളുടെ ഒരു കാലഘട്ടമല്ല. പക്ഷേ അവിടെ അതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്, അത്ര നമുക്ക് പറയാം. ഇരുമ്പ് ഉപകരണങ്ങൾക്ക് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇരുമ്പ് യുഗ കാലഘട്ടമല്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഇരുമ്പ് വ്യാപകമായിട്ട് ഉപയോഗിക്കാത്തത് എന്ന് സാധ്യമായ വലിയ പരിമിതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശർമ്മ വാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാരണം ദക്ഷിണ ബീഹാറിലെ ഇരുമ്പിൻ്റെ സമ്പന്നമായ സ്രോതസ്സുകൾ ഗംഗാ, സത്ലജ് തടങ്ങളെ അവിടെയുള്ള ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം ഹിമാചൽ പ്രദേശിലെ മാണ്ഡയിലും ഉത്തർപ്രദേശിലെ പാട്യാലയിലും കുമയൂൺ കുന്നുകളിലും കണ്ടെത്തിയ ഇരുമ്പയിരുകൾ ആളുകൾ ഉപയോഗിച്ചിരിക്കാം. എങ്കിലും ഈ അയിരുകളുടെ നിക്ഷേപങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അപ്പോൾ കണ്ടമാനം കിട്ടാൻ അത് ഉണ്ടായിരുന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന രണ്ട് വാദങ്ങൾ. പിന്നെ പിൽക്കാല വേദകാലഘട്ടം വിപുലമായ യാഗാനുഷ്ഠാനങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. എങ്കിലും ആചാരപരമായ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുന്ന പുരാവസ്തു തെളിവുകളൊന്നും PGW സൈറ്റുകളിൽ നിന്ന് വളരെയധികമൊന്നും ലഭിച്ചിട്ടില്ല. അത്രാഞ്ചി ഖേരയിൽ നിന്ന് കണ്ടെത്തിയ വൃത്താകൃതിയിലുള്ള അഗ്നികുണ്ഡങ്ങൾ യാഗത്തിന് ഉപയോഗിച്ചതായിരിക്കാം എന്നൊരു നിഗമനം മാത്രമേ ഉള്ളൂ. PGW സൈറ്റുകളുടെ ഘടനാപരമായ അവശിഷ്ടങ്ങളുടെ വിശകലനം അവർ വാട്ടിലും അതുപോലെ ഡാമ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള മൺകുടിലുകളാണ് അതാണ് ഉണ്ടാക്കിയിരുന്നതെന്നും അതിലാണ് താമസിച്ചിരുന്നതും എന്നാണ് സൂചന നൽകുന്നതെന്നാണ് ശർമ്മ പറയുന്നത്. PGW സൈറ്റുകളിലെ ഖനനങ്ങൾ കല്ലും അസ്ഥിയും ടെറാക്കോട്ടയും കൊണ്ട് നിർമ്മിച്ച പുരാവസ്തുക്കളുടെ തെളിവുകളെയും സൂചിപ്പിക്കുന്നുണ്ട്. ചർട്ട്, ജാസ്പർ തൂക്കങ്ങൾ അസ്ഥിനപുരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഗേറ്റ്, ലാപ്പിസ് ലസൂലി, കർണേലിയൻ തുടങ്ങിയ അമൂല്യമായ കല്ലുകളുടെ മുത്തുകളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ. വിച്ച് ഇമ്പോർട്ടൻറ്റ് PGW സൈറ്റ്സ് എന്നൊരു ചോദ്യം ഇന്ന് വരാം. അതുപോലെ നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച് വിശദമായിട്ടൊരു
വിശദീകരിക്കാനുള്ളൊരു ചോദ്യമാണ്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നതുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക്സ്.